بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم. ഇനി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില മുഅ്ജിസത്തുകൾ, അത്ഭുതകരമായ സംഭവങ്ങൾ എന്ന് പറയാൻ പോകുന്നു. തങ്ങളുടെ ചെറുപ്രായം മുതൽ നടന്നിട്ടുള്ളതായ പല അത്ഭുതങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത്. ജാഅത്ത് ലിദഅവതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചതിന് വേണ്ടി വന്നു. അൽ അസ്ജാറു, മരങ്ങൾ വന്നു. സാജിദത്തൻ, വഴിപ്പെട്ടതായിട്ട്. തംഷി ഇലൈഹി, ആ മരം നബി തങ്ങളിലേക്ക് നടന്നു വരികയാണ്. അല സാക്കിം ബില കദമിൻ, പാദം കാല് ഇല്ലാത്ത അതിൻ്റെ തണ്ടം കാലിൻ്റെ മേൽ. മരത്തിനൊക്കെ പാദം കാലില്ലല്ലോ, അപ്പോൾ പാദം കാല് കൂടാതെ തണ്ടം കാലിൻ്റെ മേൽ അതിൻ്റെ ആ വേരടക്കം അതെന്തായി നടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഏതുപോലെ കന്നമാ സത്തറത് സത്തറൻ ലിമാ കതബത് ഫുറൂഉഹാ മിൻ ബദീഇൽ ഖത്തി ഫിൽ ലഖമീം. അത് വന്നത് കന്നമാ സത്തറത്ത്, ആ മരം വരച്ചതുപോലെയുണ്ട്. സത്തറൻ, ഒരു വര വരച്ചതുപോലെയുണ്ട്. എന്ത് കാരണം? ലിമാ കതബത്ത് ഫുറൂഉഹ, അതിൻ്റെ കൊമ്പുകൾ എഴുതിയതിന് വേണ്ടി. മിൻ ബദീഇൽ ഖത്തി, അത്ഭുതകരമായ വരയിൽ നിന്നിട്ട്. ഫിൽ ലഖമി, വഴിമധ്യത്തിൽ എഴുതിയതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ആ മരത്തിൽ വന്ന ആ വരവിൽ ഒരു വളച്ചലോ ഒരു ചായലോ ഒരു ഭാഗത്തിലേക്കില്ല. ഒരു വര വരച്ചതുപോലെയാണ്. രണ്ട് വര വരച്ചാൽ ആ രണ്ട് വരൻ്റെ ഇടയിൽ ക്ലിയറായിട്ട്, ഒരു വൃത്തിയായിട്ട് എഴുതുന്നത് പോലെ, ഒരാൾ കലം കൊണ്ട് എഴുതുന്നത് പോലെ ഈ മരം രണ്ട് വര വരച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ ഒരു ചാച്ചലില്ലാതെ, ഒരു വളച്ചലില്ലാതെ, ഒരു തെറ്റൽ ഇല്ലാതെ നല്ല ശരിയായ രൂപത്തിൽ റസൂലുള്ളാഹിക്ക് വന്ന ആ മരത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഒരു സംഭവം കാണാം. അറാബിയായ മനുഷ്യൻ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റസൂലാണെന്നതിന് ദൃഷ്ടാന്തമായിട്ട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരം കാണിച്ച് പറഞ്ഞ്, നീ ആ മരത്തിനോട് പറയണം, നിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ക്ഷണിക്കുന്നു, വിളിക്കുന്നു. അങ്ങനെ ആ അറാബി ആ മരത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും അവിടെ പറഞ്ഞപ്പോൾ ആ മരം ഒരിക്കൽ വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും അതിൻ്റെ മുൻഭാഗത്തേക്കും അതിൻ്റെ പിൻഭാഗത്തേക്കും ചാഞ്ഞ്, ഒരു പ്രാവശ്യം ചാഞ്ഞ്, പിന്നെ അതിൻ്റെ വേരോടുകൂടെ മുറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഭൂമിയിൽ അതിങ്ങനെ സഞ്ചരിച്ചു, നടന്നുകൊണ്ടുവന്നു. അതിൻ്റെ കൊമ്പുകളടക്കം ആയി നടന്നിങ്ങനെ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് പിന്നെ അയറാബി പിന്നെയും പറഞ്ഞു, ആ മരത്തിനോട് പോവാൻ പറയണം നബിയെ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ആ മരത്തിനെ ആ വന്ന സ്ഥലത്തേക്ക് തിരിച്ചയക്കുകയും ഇത് കണ്ട് ആ അയറാബി മുസ്ലിമായ സംഭവം. അങ്ങനെ അത് പോയി അതിൻ്റെ ആ യഥാർത്ഥ സ്ഥലത്ത് നിൽക്കുകയും ഒരു തെറ്റിൽ കൂടാതെ സമമായ രീതിയിൽ വന്നു, സമമായ രീതിയിൽ അത് പോയി അവിടെ നിൽക്കുകയും ചെയ്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസത്തായി എണ്ണപ്പെടുന്നു. مثل الغمامة أن السار سائرة تقيه حر وتيس للحجير حميم. പിന്നെ മിസ്ലുൽ ഗമാമത്തി, മേഘങ്ങളെപ്പോലെ, മേഘം പോലെ, മേഘത്തിൻ്റെ ഒരു ഉദാഹരണം റസൂലുള്ളാഹി തങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അന്ന സാറ സായിറത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചാൽ, തഖീഹി, നബി തങ്ങളെ ആ മേഘം കാക്കും. എന്തിനെ? ഹർറ വതീസിൻ ലിൽ ഹജീരി ഹമീം, നട്ടുച്ച സമയത്തുള്ളതായ നല്ല ചൂട് ശക്തിയായ വെയിലത്തിൻ്റെ ആ ചൂടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ മേഘം കാക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ പ്രഗത്ഭന്മാരായ ഖുറൈശികളെ കൂടെയാണ് ഷാമിലേക്ക് യാത്ര പുറപ്പെട്ടത്. ആ ബഹുമാനപ്പെട്ട അബൂ താലിബ് തൻ്റെ എളാപ്പയും ഉണ്ടായിരുന്നു.
അങ്ങനെ പുറപ്പെട്ട സമയത്ത് അവർ പുരോഹിതനായ ബഹിറിൻ്റെ അടുക്കൽ കൂടിയാണ് അവർ പോകുന്നത്. പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് ചെയ്യുന്ന ഒരു സ്ഥലത്ത്, ഒരു പർണശാലയിൽ അദ്ദേഹം ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഖുറൈശികൾ ആ സ്ഥലം വിട്ടുകിടന്ന് പോകുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്ന ആ സമയത്ത് ഖുറൈശികൾ വിട്ടു കടന്ന സമയത്ത് അപ്പോൾ ആ പുരോഹിതൻ അവരിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അതിനു മുമ്പ് ഒരിക്കലും ആ പുരോഹിതൻ പുറപ്പെട്ടിട്ടില്ല അവരിലേക്ക്. ആ സമയത്ത് പുറപ്പെട്ടു. എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഹാദാ സയ്യിദുൽ ആലമീൻ, ഹാദാ റസൂലുള്ളാഹി അല്ലദീ യബ്അസുഹു റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ കാണുന്ന ചെറുപ്പക്കാരൻ, ഈ കുട്ടി അള്ളാഹു ലോകത്തിൻ്റെ നേതാവാണ്. അള്ളാഹു ലോകത്തിലേക്ക് അനുഗ്രഹമായിട്ട് അയച്ചതായ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ആ പുരോഹിതൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രഗത്ഭന്മാരായ ഖുറൈശികൾ ചോദിച്ചു ആ പുരോഹിതനോട്, ഇതിനൊക്കെ എന്താണ് അടയാളമുള്ളത്? അപ്പോൾ പറയുന്നു, അന്നക്കും ഹീന അഷറഫ്തു മിൻ മക്കത്ത വൽ ഗമാമതു തുളില്ലുഹു ഫൗക റഅസിഹി. അങ്ങേ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് മക്കയിൽ നിന്നിട്ട് നിങ്ങൾ ഈ വരുന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്തും ആ യുവാവിനിക്ക് തലൻ്റെ മുകളിൽ ഒരു മേഘങ്ങൾ തണലിടുന്നതായി നിങ്ങൾ കാണും. ഒരു കല്ലും ഒരു മരവും സലാം ചെല്ലാതെ, തനിക്ക് കീഴ്പ്പെടുത്തിട്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് അടയാളം പറയുകയും ചെയ്തു. മാത്രമല്ല, നിങ്ങൾക്ക് നുബുവത്തിൻ്റെ ആ സീര് നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ കാണുകയും ചെയ്തു എന്ന് എല്ലാം പറഞ്ഞ് അവസാനം തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ വരുന്ന സമയത്ത്, ഷാമിൽ നിന്ന് വരുന്ന സമയത്ത് ഈ സംഭവം നടന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘങ്ങൾ തണലിട്ടതായ ആ ചൂട് വെയിലത്ത്, നല്ല ചുട്ടുപൊള്ളുന്നതായ ശക്തിയായ ചൂടുള്ള ആ അവസരത്തിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് മേഘം തണലിട്ട സംഭവം നമ്മൾക്ക് ഈ ചരിത്രത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ അത്ഭുതകരമായ സംഭവമായിരുന്നു മേഘം തണലിട്ടതായ സംഭവം. അതാണ് ഇവിടെ കവി പാടിത്തന്നത്, മേഘങ്ങൾ നടന്നു കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങയെ കാത്തുകൊണ്ടിരുന്നു എന്നാണ്. അവിടുത്തെ നാളെ ആഖിറത്തിൽ അവിടുത്തെ ഷഫായത്തിൽ ഒരുമിച്ച് കൂട്ടുവാനും അള്ളാഹുവിൻ്റെ ആ തണലിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.